ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പൊതുവായ കുറേ വിഷയങ്ങളിലൂടെ യാത്ര ചെയ്തു. കുറേ വിഷയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക ലിസണേഴ്സിനാണെങ്കിലും അതുപോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഓരോരോ വിഷയങ്ങൾക്കുപരി ഇനി ഡോക്ടർക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനോട് എടുത്തു പറയാൻ മീൻസ് നമ്മൾ ഈ ഒരു കർക്കിടകത്തിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മേ ബി ഒരുപക്ഷെ അടുത്തൊരു വർഷത്തേക്കുള്ളൊരു നമ്മുടെ ശരീരത്തിലേക്കൊന്ന് കരുതൽ കൂടിയാകും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം എല്ലാം ഒരു കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൃത്യത പാലിച്ച് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യാനുസരണം വെള്ളം കൂടി കുറവാണ് ആൾക്കാർക്ക്. അപ്പം അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ബലം അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഉള്ളിൽ ചെന്നിരിക്കണം. ഇപ്പം അത് എന്തെങ്കിലുമായിട്ട് നമ്മൾ എന്തെങ്കിലും ആ സമയത്തിന് അനുയോജ്യമായിട്ടുള്ളത് മല്ലിയോ ജീരകമോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെയുള്ള ഡ്രഗ്സ് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴെല്ലാം വ്യത്യസ്തമായിട്ട് ഉള്ള കാലാനുസൃതമല്ലാത്ത രീതിയിൽ ഉള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം പതിമുഖവും കരിങ്ങാലിയും ഒക്കെ ചിലപ്പോൾ തണുപ്പ് കാലങ്ങളിൽ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മല്ലി ഈ ഓൾറൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ജീരകം എന്ന് പറയുമ്പം അതായത് തണുപ്പ് കാലങ്ങളിൽ ഉപയോഗിക്കാം. അതുപോലെ ചിലർ അയമോദകം ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്പൈസി ഫുഡ്സുകൾ അധികം ഉപയോഗിക്കരുത്. മസാല, മുളക് കറി, അച്ചാർ, എരിവും പുളിയൊക്കെ ഒന്ന് കുറയ്ക്കുക. കുത്തരിച്ചോറ് ഉപയോഗിക്കുക. പച്ചമോരും തൈരും ഒക്കെ ഒഴിവാക്കുക. അതായത് വാതവർദ്ധകങ്ങളായിട്ട് ഉള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബേഴ്സുകൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുക. അത് ഉച്ച സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർക്ക് അതല്ല അതാ എന്തൊരു കാര്യം നമ്മൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ വരും. ഒരു കൊച്ചിനോട് ഈ ഒരു പെട്ടി ഇവിടെ വെച്ചിട്ട് തുറക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തുറന്നിരിക്കും. അതേപോലെ ആൾക്കാരുടെ മനസ്സിൽ അതുകൊണ്ടാണ് ഇന്ന് മുരിങ്ങയിലയൊക്കെ ഈ സമയത്തൊക്കെ കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, നമുക്ക് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെൻഡൻസിയിലേക്ക് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെ സൂചിപ്പിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, മസാല എരിവുമ്പുളിയും കുറയ്ക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു വരുന്ന വർഷം നമ്മുടെ ആരോഗ്യത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യദായകമായിട്ടുള്ള നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.